الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ തജ്വീദ് വിഷയം അൽ മഖാരിജുൽ ആമ, മഖാരിജുൽ ഹുറൂഫ് വഹിയ ഖംസത്ത് മവാദി. അതായത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന പൊതുവായ സ്ഥലങ്ങൾ. വഹിയ ഖംസത്ത് മവാദി, അത് 5 സ്ഥലങ്ങളാവുന്നു. 1 അൽ ജൗഫ്, 2 അൽ ഹൽക്ക്, 3 അൽ ലിസാൻ, 4 അൽ ഷഫത്താൻ, 5 അൽ ഖൈശൂം. 1 അൽ ജൗഫ് هو الخلاء الداخل في الفم ويبدأ من أقصى الحلق وينتهي إلى الشفتين. ഒന്നാമത്തത് അൽ ജൗഫ് ഹുവൽ ഖലാഉ ദാഖിൽ, അതായത് വാഴയുടെ തുറന്ന ഒഴിഞ്ഞ സ്ഥലം. വയബ്ദു മിൻ അക്സൽ ഹൽക്ക്, അത് തൊണ്ടയുടെ അങ്ങേയറ്റത്തു നിന്ന് ആരംഭിക്കുന്നു. വയന്തഹി ഇല ശഫത്തൈൻ, 2 ചുണ്ടുകളിലായിട്ട് അത് അവസാനിക്കുന്നു. ഫിൽ ജൗഫി മഖ്റജ് വാഹിദ്, ജൗഫിൽ, അതായത് വായുടെ തുറന്ന സ്ഥലങ്ങളിൽ, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒരു മഖ്റജാണുള്ളത്. വയഖ്റുജു മിൻഹു അഹ്റഫുൽ മദ് സലാസ, അവിടെ നിന്നും 3 ഹർഫുകൾ പുറപ്പെടുന്നു. വഹിയ, അത് അൽ അലിഫി സാക്കിനത്തുൽ മഫ്തൂഹ് മാ ഖബ്ലഹ ദായിമൻ, അത് അലിഫു സാക്കിന മഫ്തൂഹ്, അതായത് സുക്കൂനുള്ള അലിഫ്, അൽ മഫ്തൂഹ് മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പ് പിന്നെ ഫത്ഹയായിരിക്കും, ദായിമൻ എപ്പോഴും. വൽ വാവ് സാക്കിനത്തു മദ്മൂം മാ ഖബ്ലഹ, വാവ് സാക്കിന സുക്കൂനായ വാവ് മദ്മൂം ദമ്മ് ചെയ്യപ്പെട്ട മാ ഖബ്ലഹ, അതിന് മുമ്പിൽ. അൽ മൂന്നാമത്തത് അൽ യാവ് സാക്കിനത്തുൽ മക്സൂർ, സുക്കൂനായ യാ, ശേഷം കസ്റായിരിക്കും. പരിശുദ്ധ ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ് എന്നുള്ളതിന് സൂചിപ്പിക്കുന്ന ഒരു കലിമ, ഒരു വാക്ക്, ഒരു ലഫ്ള് ഇപ്പോൾ പിന്നെ അതിൻ്റെ ഉദാഹരണമായിട്ട് വരുമ്പോൾ സംഗതികൾ മനസ്സിലാവും. മദ്ദക്ഷരങ്ങൾ 3 ആകുന്നു. സൂറത്ത് ഹൂദിലെ 49-ാമത്തെ സൂക്തം നൂഹീഹ എന്ന ലഫ്ള്, നൂഹീഹ എന്ന ലഫ്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഈ മദ്ദക്ഷരങ്ങൾ 3. നൂ ഹീഹ, നൂ എന്ന് പറയുമ്പോൾ ദമ്മിനെ നീട്ടാനുള്ള വാവ്, അത് വാവ് സാക്കിന സുക്കൂനായിരിക്കും. നൂ ഹീ എന്ന് പറയുമ്പോൾ കസ്റിന് നീട്ടാനുള്ള യാ, നൂഹി, യാൻ്റെ മോള് സുക്കൂനായിരിക്കും. നൂഹി ഹ, ഹ എന്ന് ഉച്ചരിക്കുമ്പോൾ ഹാൻ്റെ മുകളിൽ ഫത്ഹ്, ഫത്തേനെ നീട്ടാനുള്ള അലിഫ്, അതിൻ്റെ മുകളിൽ സുക്കൂനായിരിക്കും. അപ്പം നൂഹീഹ, ഈ 3 മദ്ദക്ഷരങ്ങളും ഒരു ലഫ്ളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് സൂറത്ത് ഹൂദിലെ 49-ാമത്തെ സൂക്തം നോക്കിയാൽ മനസ്സിലാവും.
അപ്പം ഇത് ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണ് എന്നുള്ളതിനുള്ള ഒരു ഒരു സൂചനയും കൂടിയുമാണ് ഈ ലഫ്ലുകൾ, ഈ അക്ഷരങ്ങൾ മൂന്നും ഒറ്റൊരു ലഫ്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഇതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ വേറെ ആയിരിക്കും വിഷയം. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഖുർആനിലെ തജ്വീദ് വിഷയങ്ങൾ മനസ്സിലാക്കാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.